നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷയാണ് CPO ഡ്രൈവർ എക്സാം. നമുക്കറിയാം ഡ്രൈവറിൻ്റെ കുറേ എക്സാംസ് വരുന്നുണ്ട് അല്ലേ. ഫയർഫോഴ്സ് ഡ്രൈവറുണ്ട്, CPO ഡ്രൈവറുണ്ട്, അതുപോലെ ഒരുപാട് ഡ്രൈവർ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ടൊരു പോർഷനാണ് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്. അതിനോടൊപ്പം തന്നെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക് കൂടെ ഉൾപ്പെട്ടാണ് അല്ലേ CPOയുടെ പരീക്ഷ. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിലെ കുറേ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾ കൂടെ ഞാൻ ഒരു സമയം ചെറിയൊരു ഗ്യാപ്പ് വരുത്തും ഓരോ ആൻസറിനിടയിലും. അത് നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടെത്തി പറയാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണാം. നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 5 മാർക്കെങ്കിലും എക്സ്ട്രാ കിട്ടും. 5 മാർക്കേ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്, 5 മാർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്കൊരു എക്സ്ട്രാ കിട്ടും. കാരണം ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസേ വരികയുള്ളൂ. പലയിടത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓപ്ഷനുകളിലെല്ലാം പഴയ ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ പറയും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളതിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ്? അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാവുന്ന വാഹനമാണ് ട്രാൻസ്പോർട്ട് വാഹനം. നമുക്കറിയാം KSRTC ബസ്, ഇതൊക്കെ ട്രാൻസ്പോർട്ട് വാഹനമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഓപ്ഷനിൽ ഏതാണുള്ള മോട്ടോർ സൈക്കിൾ ട്രാൻസ്പോർട്ടാണോ? മോട്ടോർ സൈക്കിൾ ട്രാൻസ്പോർട്ട് വാഹനമല്ല. മോട്ടോർ കാർ ട്രാൻസ്പോർട്ടാണോ? അല്ല. എന്നാൽ പ്രൈവറ്റ് സർവീസ് വാഹനം നമുക്കെടുക്കാം. സർവീസ് വാഹനമാണ്, പ്രൈവറ്റ് വാഹനമല്ല, പ്രൈവറ്റ് സർവീസ് വാഹനം. നമുക്കറിയാം പ്രൈവറ്റ് ടെമ്പോ ഉണ്ടാകും, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്, ഇതൊക്കെ പ്രൈവറ്റ് സർവീസ് വാഹനം. അപ്പോൾ ആൻസർ ഏതാണ്? പ്രൈവറ്റ് സർവീസ് വാഹനമാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി നമുക്ക് ശരി ഉത്തരം ഇടാം. പഠിച്ചല്ലോ, പഠിച്ചു പോയിക്കോളൂ. ഓരോ ക്വസ്റ്റ്യനായിട്ട് പഠിച്ചു പോയിക്കോളൂ. നമുക്ക് വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ചെറിയ ക്വസ്റ്റ്യൻ ചെറിയ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് എല്ലാം മോഡൽ ക്വസ്റ്റ്യൻസ് അല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ. PSC പല പരീക്ഷകളിലായിട്ട് നടത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2, ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 5 ടണ്ണിൽ അല്ലെ GVW 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഏതിൽ വരും? നമുക്കറിയാം വാഹനങ്ങളെ പ്രധാനമായിട്ട് M കാറ്റഗറി ഉണ്ട്, N കാറ്റഗറി ഉണ്ട്, T കാറ്റഗറി ഉണ്ട്. T ട്രെയിലർ വാഹനങ്ങളാണ്. അതുപോലെ തന്നെ M നമുക്കറിയാം ആളുകളെ കയറ്റുന്ന വാഹനമാണ്. N ചരക്ക് വാഹനങ്ങളാണ്. ഇതൊക്കെ നമുക്കറിയാം. അതിൽ M3 വാഹനങ്ങളാണ് ഇതിൻ്റെ ആൻസർ. M3 വാഹനങ്ങൾ നമുക്ക് ഓരോന്നിൻ്റെ ടണ്ണ് വെയിറ്റ് നോക്കി പറയാം, ഭാരം നോക്കി. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങളാണ് M3 വാഹനങ്ങൾ. നിങ്ങൾ മറ്റൊരു കാര്യം അറിയുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നിർവചനങ്ങൾ സെക്ഷൻസിലേക്ക് നിങ്ങൾ പോയി വായിച്ചിട്ടേ പോയി. ഈ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ഈ കണ്ടന്റ് പഠിക്കണമെന്നാണ് അർത്ഥമാക്കുന്നത്. കണ്ടന്റ് പഠിക്കണമെന്ന് അർത്ഥമാക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധി പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ എന്നാണ് ചോദിച്ചത്. കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ. അപ്പോൾ ഇത് എത്ര ദിവസം എന്ന് ചോദിച്ചാൽ 365 ദിവസമാണ്. ഓപ്ഷൻ സി ആണ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധി പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? അത് 365. അടുത്തത്, ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിൻവശത്തും എന്ത് വേണം? ഒരു ബോർഡ് വേണം. ആ ബോർഡ് എങ്ങനെയായിരിക്കുമെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, അത് നമ്മൾ കണ്ടിട്ടുണ്ടാകും വണ്ടിയിലൊക്കെ അല്ലേ. നമ്മൾ അതിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവില്ലേ, L എന്ന് ഒട്ടിച്ചിട്ടുണ്ടാവില്ലേ. ലേണേഴ്സ് ലൈസൻസ് ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസിന് മുമ്പ് അല്ലേ. അപ്പോൾ അവിടെ വെള്ളപ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം വേണം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വെള്ളപ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം എന്നാണ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്തത്, ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം. നമുക്കറിയാം ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ലൈസൻസ് അനുവദിക്കുകയാണോ, പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുകയാണോ, കാലാവധി കഴിഞ്ഞ ലൈസൻസ് പുതുക്കുകയാണോ, കാലാവധി കഴിഞ്ഞ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഓർമ്മിക്കേണ്ടത് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക എന്നാണ് കേട്ടോ. ഇത് നമുക്കൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി. ഞാൻ ചെറിയ ടിക്ക് കൂടെ ഇട്ട് പോകാം. ഓക്കെ, ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ഡാഷ് ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ്. അത് 60 ദിവസം മുമ്പാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 60 ദിവസം മുമ്പാണ് ആൻസർ. നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെത് 60 ദിവസമാണ് ആൻസർ. 60 ദിവസമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു.
വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിലധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ വാഹനം ഒരു സ്ഥലത്ത് നിർത്തിയാൽ നമുക്കറിയാം പാർക്കിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ നിർത്താവൂ. നമുക്ക് റെഗുലേഷൻ 22 പറയുന്നുണ്ട്. പാർക്കിംഗ് ഒക്കെ 22 പറയുന്നുണ്ട് കേട്ടോ. റെഗുലേഷൻസ് ഉണ്ട്. നമുക്കറിയാം 40ഓളം റെഗുലേഷൻസ് ഉണ്ട്. ആദ്യം 33 റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് 7 കൂടെ ഇൻക്ലൂഡ് ചെയ്ത് 40ഓളം റെഗുലേഷൻസ് ഉണ്ട്. അതിനകത്ത് 22ാമത്തെ റെഗുലേഷനിൽ പറയുന്നു വാഹനം ഒരു സ്ഥലത്ത് എത്ര മിനിറ്റിലധികം നിർത്തിയാൽ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആൻസർ 3 മിനിറ്റാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3 മിനിറ്റാണ് ആൻസർ എന്നറിയുക. 3 മിനിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും എത്ര മീറ്റർ മുമ്പിലും പുറകിലും വയ്ക്കണം. നമുക്കറിയാം തുരങ്കത്തിനകത്ത് വാഹനം നിർത്താനേ പാടില്ല അല്ലേ. നമുക്ക് 20ാമത്തെ റെഗുലേഷൻ 20, ഞാൻ ഈ പറഞ്ഞ റെഗുലേഷൻ കൂടെ നോക്കണം. 20ാമത്തെ റെഗുലേഷനകത്താണ് ഇത് പഠിക്കുന്നത്. തുരങ്കത്തിനകത്ത് വാഹനം നിർത്താൻ പാടില്ല എന്നുള്ളത് 20. അതിനകത്ത് ഈ പഴയ ആൻസർ 20 മീറ്റർ എന്നൊക്കെയാണ് വരുന്നത്. നമുക്കിപ്പോൾ പുതുക്കിയ ആൻസർ ഉണ്ട് കേട്ടോ, അത് 25 മീറ്ററാണ്. പലരും 20 എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ വരണ്ട. 25 മീറ്റർ 25 മീറ്ററാണ് ആൻസർ എന്ന് പഠിക്കുക. പുതിയ ആൻസറാണ്. പഴയ ആൻസർ കീഴിലൊക്കെ 20 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് കേട്ടോ. നമുക്കറിയാമല്ലോ റിഫ്ലക്റ്റീവ് ത്രികോണം കാണാൻ വേണ്ടി 25 മീറ്ററാണ്. ഇനി മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം എത്ര? നമുക്കറിയാം എമർജൻസി വാഹനങ്ങൾ അറിയാം, പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയവയൊക്കെയാണ്. ഈ വാഹനങ്ങൾ വളരെ സ്പീഡിൽ പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എത്ര അകലം പാലിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുമ്പോൾ വളരെ അടുത്തൊക്കെ പോകുന്നതാണ്. പക്ഷേ നിയമപരമായി എത്ര അകലം എന്ന് ചോദിച്ചാൽ 50 മീറ്റർ അകലമാണ്. ഇത് ഓപ്ഷൻ എ ആണ് അവിടെ വരുന്നത്. ഓപ്ഷൻ എ ആണ് 50 മീറ്റർ. 50 മീറ്റർ അകലമാണ്. 50 മീറ്റർ. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ നിന്ന് എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ 5 മീറ്റർ. ആൻസർ 5 മീറ്റർ. പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ നിന്ന് 5 മീറ്റർ മുന്നേ വാഹനം നിർത്തേണ്ടതാണ്. അപ്പോൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ നിന്നും എത്ര ദൂരം മുന്നേ വാഹനം നിർത്തണം? 5 മീറ്റർ. മറക്കരുതേ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള ദൂരപരിധി നമുക്കറിയില്ല. ഏകദേശം 30-നകത്തൊക്കെ പറയുന്നത് റെഗുലേഷൻ 28, 29, 30 വാഹനം കംപ്ലൈൻ്റ് ആകുന്ന റെഗുലേഷൻസ് ആണ് പറയുന്നത്. അതിനകത്ത് 30ാമത്തെ റെഗുലേഷനിൽ പറയുന്നുണ്ട് അല്ലേ, ചങ്ങലകൾ കൊണ്ട് വാഹനങ്ങൾ ഓൺ ടോ എന്നൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നു. എത്ര ദൂരം വലിക്കുന്ന വാഹനങ്ങളുടെ അകല പരിധി എത്രയായിരിക്കണം? 5 മീറ്റർ തന്നെയാണ്. പഠിക്കണം, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 5 മീറ്ററാണ്, അത് പഠിച്ചോണം. ക്ലിയർ ആണോ? എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ്, ആംബുലൻസ്, ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ്. ഇത് നമുക്ക് കൺഫ്യൂഷനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാം എമർജൻസി വാഹനങ്ങളാണെങ്കിലും നമ്മുടെ PSC കറക്റ്റാണ് പറഞ്ഞിട്ടുള്ള ആൻസർ പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ് എന്നാണ്. ഫയർഫോഴ്സിലാണ് കേട്ടോ അവിടെ മുൻഗണന പറഞ്ഞിരിക്കുന്നത്. ഫയർഫോഴ്സ്, നമ്മൾ ആംബുലൻസ് അല്ലേ വിചാരിക്കും. ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ് തുടങ്ങിയവയാണ്. അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകുന്നു. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണ്? ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത അത് ആൻസർ 80 ആണ്. പരമാവധിയാണ് ചോദിച്ചത്, അത് 80 ആണെന്ന് ഓർമ്മിക്കുക. 80 കിലോമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിച്ചാൽ, യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയാൽ, ഗുഡ്സ് വാഹനങ്ങളിൽ അമിത ഭാരം കയറ്റിയാൽ, എല്ലാം തെറ്റ് തന്നെയാണ് അല്ലേ. എല്ലാം തെറ്റ് തന്നെയാണ്. നമുക്ക് റെഗുലേഷൻ 3, 4, 5 ഡ്രൈവർമാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കടമയും കർത്തവ്യങ്ങളൊക്കെ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്നാണ്. കേരളത്തിൽ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗപരിധി സംബന്ധിച്ചുള്ള പ്രസ്താവന. സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത പരിധി 50 km/h ആണ്. സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗതയും 50 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം 1ഉം 2ഉം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കാം. ആൻസർ എന്താണ്? 1ഉം 2ഉം ശരിയാണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ULW അൺലാഡൻ വിഡ്ത്ത് ആണോ അല്ലെ അപ്പർ ആൻഡ്? ഞാൻ വായിക്കുന്നില്ല, തെറ്റായിട്ടുള്ളത് വായിക്കുന്നില്ല. അൺലാഡൻ വെയിറ്റ് എന്നാണ്. അൺലാഡൻ വെയിറ്റ് എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഓർമ്മിക്കുക, ULW എന്നാൽ അൺലാഡൻ വെയിറ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ്. അൺലാഡൻ വെയിറ്റ് ആണ് ശരി ഉത്തരം. അൺലാഡൻ വെയിറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട് അല്ലെങ്കിൽ പ്രദേശം ഉദ്ദേശം സംബന്ധിച്ച ആധികാരികമായ രേഖ അറിയപ്പെടുന്ന പേര് പെർമിറ്റ് എന്നാണ്. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖയാണ് പെർമിറ്റ് എന്നറിയുക. ഇതാണ് പെർമിറ്റ്. ക്ലിയർ ആണ്? ക്ലിയർ. അടുത്തത്, ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ. നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ളവരാണ് ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ. വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ എന്തെല്ലാം? അവിടെ വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും കിട്ടും. വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 കിട്ടാം. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ അയോഗ്യത കൽപ്പിക്കാം. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടിയും ഉണ്ടാകും. അപ്പോൾ എല്ലാം കുറ്റമാണ് അല്ലേ? എല്ലാം കുറ്റമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണ് കിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാലു തൻ്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണം. ഓപ്ഷൻ ബി, പരിക്ക് പറ്റിയ ആളുടെ ചികിത്സ വഹിക്കണം. സി, കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണം. ഡി, ഗുഡ് സമരിത്തൻ ആയ ഒരാളുടെ അവകാശപ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്ന് പോകാം. നമുക്കറിയാം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് CMVRൽ ഗുഡ് സമരിത്തൻ എന്ന് പറഞ്ഞാൽ 168ലും 169ലും അദ്ദേഹത്തിൻ്റെ അവകാശം പറയുന്നത് 134A എടുത്തു പറയുന്നുണ്ട്. എന്താണ്? ഗുഡ് സമരിത്തനായ വ്യക്തിയെ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത്. ആരാണ് ഈ ഗുഡ് സമരിത്തൻ? ഗുഡ് സമരിത്തൻ എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടു കൂടി ഒരാളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്ന ആളാണ് ഗുഡ് സമരിത്തൻ. അവിടെ അയാളുടെ ബന്ധു ആകരുത്. ബന്ധു എന്തായാലും എത്തിക്കുമല്ലോ, അതുകൊണ്ട് ബന്ധു ആകാത്ത ഒരാളായിരിക്കണം അത്. അതുപോലെ ഡ്യൂട്ടി ആകരുത്. പോലീസോ ആംബുലൻസോ ഫയർഫോഴ്സോ ഒന്നും ആകരുത് ആൾ. ഒരു ബന്ധമില്ലാത്ത ഒരാളിനെ സഹായിക്കുന്ന ഒരാളായിരിക്കണം ഗുഡ് സമരിത്തൻ. അപ്പോൾ ഈ ഗുഡ് സമരിത്തനെ ഒരു കാരണവശാലും നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കാനും പാടില്ല. അയാളെ വിളിച്ചു വരുത്താൻ പാടില്ല, അയാളെ മൊഴിയെടുക്കാൻ പാടില്ല, അയാളുടെ നിർബന്ധമായും കോടതിയിൽ വരണമെന്ന് പറയാൻ പാടില്ല, ചികിത്സാ ചെലവുകൾ വഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നിർബന്ധമായും ഉള്ള ഒരു കാര്യം അയാളെ കൊണ്ട് ചെയ്യിക്കാതെ അയാൾ സ്വന്തമായിട്ട് നൽകുന്നെങ്കിൽ നൽകിക്കോട്ടെ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആൻസർ തെറ്റല്ലേ? തൻ്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണമെന്നുള്ള ഉത്തരം തെറ്റാണ്. അടുത്തത് അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താ പറയുന്നത്? പരിക്ക് പറ്റിയ ആളുടെ ചികിത്സാ ചെലവുകൾ വഹിക്കണോ? വേണ്ട വഹിക്കണ്ട. കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണോ? വേണ്ട. ഗുഡ് സമരിത്തനായ ആളുടെ അവകാശപ്രകാരം അയാളെ വിടാം. ശരിയല്ലേ? അപ്പം 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരി എന്നറിയുക. 4 മാത്രം ശരി. ക്ലിയർ ആണ്? 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിന് സാക്ഷിയാകാൻ സമ്മതിച്ചു എങ്കിൽ, സാക്ഷിയാകാൻ സമ്മതിച്ചാൽ, സ്വന്തമായിട്ട് സമ്മതിച്ചാൽ എന്ത് ചെയ്യാം? പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. കറക്റ്റ്. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് മൊഴിയെടുക്കണം. കറക്റ്റാണ്. അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിൽ ചെല്ലണം. ശരിയാണ്. ഗ്രാമീണരെ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമായും വിളിപ്പിക്കണം. തെറ്റാണ്. അപ്പോൾ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള കാര്യം ചെയ്യണം. 1, 2, 3 ശരി. 1, 2, 3 ശരി. ഓക്കെ. അടുത്തത് NHAI ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം. അപ്പോൾ അവിടെ NHAI നാഷണൽ അല്ലേ, ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നമുക്കറിയാമല്ലോ, നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്കറിയാം ടോൾ പിരിക്കാറുണ്ട്. അപ്പോൾ ടോൾ പിരിക്കുന്ന ആ സംവിധാനം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? നമ്മുടെ കാറിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാറുണ്ട് അല്ലേ? ഫാസ്ടാഗ്. ഇതാണ് ഫാസ്ടാഗാണ്. ഓർമ്മിക്കാമല്ലോ. ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ കുറ്റം എന്നത് എന്താണ്? വളരെ എളുപ്പമാണ്, വായിച്ചാൽ മനസ്സിലാവും. നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിച്ചാൽ കുറ്റമല്ലേ? ആണ്. അപകടകരമായ വാഹനം ഓടിച്ചാൽ കുറ്റമാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ കുറ്റമാണ്. ഹെൽമറ്റ് വെക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചാൽ കുറ്റമാണ്. ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ആൾക്കാർക്ക് പോലും പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എല്ലാം ശരി എന്ന ഓപ്ഷനാണ്. 1, 2, 3, 4 ശരി. അടുത്തത്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം ഏത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം, അത് ഓപ്ഷൻ നമുക്കൊരു എം പരിവാറാണോ, ഡിജി ലോക്കറാണോ, SMS ആണോ, വാട്സപ്പ് ആണോ? 1ഉം 2ഉമാണ് കേട്ടോ. എം പരിവാറും ഡിജി ലോക്കറുമാണ്. 1ഉം 2ഉം ശരി നോക്കാം. 1ഉം 2ഉം ശരിയാണ്. അത് വൈറ്റ് ഡെസിബൽ അല്ലെങ്കിൽ DBA
അല്ലേ? എന്തിൻ്റെ യൂണിറ്റ്? ഡെസിബിൾ എന്തിൻ്റെയാണ്? ശബ്ദത്തിൻ്റെയാണ്. നമ്മൾ ഫിസിക്സിലും സയൻസിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ശബ്ദത്തിൻ്റെ യൂണിറ്റാണ് ഡെസിബിൾ. അടുത്തത് VLTD. VLTD എന്നതിൻ്റെ എന്തിൻ്റെ ചുരുക്കമാണ്? നമുക്ക് നോക്കാം. വെഹിക്കിൾ ലൈറ്റ് ടൈം ഡിമ്മിങ് ആണോ, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ആണോ എന്നൊക്കെ നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്താണ്? വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ആണ്. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്, VLTD. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. അടുത്തത് സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ മാനേജർ എന്നിവ എന്താണെന്നാണ്. എല്ലാ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിനും വേണ്ടതാണ്. അതുപോലെ ഇൻ്റർ സ്റ്റേറ്റ് ബസ്സിന് വേണ്ടതാണ്. അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതാണ്. ഇൻ്റർ സ്റ്റേറ്റ് ടാങ്കറുകൾക്ക്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതാണ് സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനലൊക്കെ അപായകരമായ വസ്തുക്കൾക്ക് കയറ്റുന്ന വാഹനങ്ങൾക്ക് വേണ്ടതാണ്. ഓക്കെ, അടുത്തത് സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നതെന്ന്. എളുപ്പമല്ലേ? സ്പീഡ് ഗവർണർ എന്താണ്? എല്ലാം അറിയാമല്ലോ. എന്താണ് ഓപ്ഷൻ? നോക്കാം. പരമാവധി മൈലേജ് ആണോ, അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കാനാണോ, VVIP വാഹനങ്ങൾക്ക് പരമാവധി വേഗത കിട്ടാനാണോ, വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയാനാണോ? അതല്ലേ ശരി? ഓപ്ഷൻ ഡി ആണ് ശരി. വാഹനത്തിന് മുകളിൽ നിശ്ചിത വേഗപരിധിക്ക് മുകളിൽ പോകുന്നത് തടയാനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം അത് ഏതൊക്കെയാണ്? അവിടെ എല്ലാ ഓപ്ഷനും കൂടെ വായിച്ച് കൺഫ്യൂഷൻ. ഓപ്ഷൻ ബി നമുക്ക് വായിക്കാം, അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഏതാണ്? സിറ്റി ആണെങ്കിൽ ലൈം ഗ്രീൻ മോർഫ്യൂസിൽ, അതുപോലെ ഡീപ്പ് സ്കൈ ബ്ലൂ. ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിൽ എന്താണ്? വിവിഡ് പിങ്ക്. അപ്പോൾ അവിടെ ഓർമ്മിച്ച് വയ്ക്കുക, ഓരോ ബസ്സിനുള്ളതാണ്. സിറ്റി ലൈം ഗ്രീൻ ആണ്, മോർഫ്യൂസിലാണെങ്കിൽ ഡീപ്പ് സ്കൈ ബ്ലൂ ആണ്, ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിൽ വിവിഡ് പിങ്ക് ആണ്. ഇതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. എളുപ്പമല്ലേ? ഇതുവരെയുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? നമുക്കറിയാമല്ലോ, ഒരു വണ്ടിയുടെ ഫിറ്റ്നസ് കാലാവധി 15. ഇപ്പോഴത്തെ വണ്ടിയൊക്കെ 15 വർഷത്തേക്ക് അല്ലേ? അല്ല, ഇപ്പോഴത്തെ അല്ല, എപ്പോഴും ആ കാലാവധിയാണ്. അപ്പോൾ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് രജിസ്ട്രേഷൻ വാഹനത്തിൻ്റെ കാലാവധി ഓപ്ഷൻ സി ആണ് 15 വർഷം. ഓപ്ഷൻ സി ആണ് 15 വർഷം. അടുത്തത്, ഒരു ഗുഡ്സ് വാഹനത്തിൻ്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്നതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? 12 ടണ്ണാണ്. നമ്മൾ നേരത്തെ M3 പഠിച്ചു, 5 ടണ്ണാണ്. അപ്പോൾ എന്നെ നമ്മൾ ചരക്ക് വാഹനങ്ങളാണ് അല്ലേ? അതിൽ 12 ടൺ, നമുക്ക് കുറേ കണക്കുണ്ട്, 3.5, 7 അങ്ങനെ. അതിൽ 12 ടണ്ണിൽ കൂടുതലായാൽ ആൻസർ N3 വാഹനങ്ങളാണ്. ഓപ്ഷൻ എ ആണ് കാറ്റഗറി N3 വാഹനങ്ങളാണ്. ഓപ്ഷൻ എ എടുക്കുക, കാറ്റഗറി N3. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1987 ഏത് സെക്ഷൻ പ്രകാരമാണ്? അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്ന സെക്ഷൻ എന്നാണ് ചോദിച്ചത്. നല്ലോണം പഠിച്ചുകൊള്ളുക. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് 15 ആണ്. സെക്ഷൻ 15 ആണ്. പുതുക്കി നൽകുന്ന സെക്ഷൻ 15 ആണെന്ന് അറിയാം. അത് ക്വസ്റ്റ്യൻ. ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? അവിടെ ഓപ്ഷൻ എ ജോയിൻ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, അതുപോലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതുപോലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. നമുക്കതിൽ RTO ആണ് റീജിയണൽ ട്രാൻസ്പോർട്ട്. താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തതേത്? പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് അവിടെ നോക്കാം. ഓപ്ഷൻ എ മാക്സി ക്യാബ്, കോൺട്രാക്റ്റ് കാരേജ്, ഗുഡ്സ് കാരേജ്, മോട്ടോർ ക്യാബ്. നമുക്ക് പബ്ലിക് സർവീസ് ഗുഡ്സിൽ എന്തായാലും പബ്ലിക്കിനെ കയറ്റാൻ പറ്റില്ലല്ലോ. ഗുഡ്സ് കാരേജ് ആണ് ആൻസർ. ഗുഡ്സ് വെഹിക്കിൾ. താഴെ പറയുന്നതിൽ ഏത് വാഹനത്തിനാണ് പെർമിറ്റിൻ്റെ ആവശ്യമില്ലാത്തത്? അപ്പോൾ പെർമിറ്റിൻ്റെ ആവശ്യമില്ലാത്ത വാഹനം സ്റ്റേജ് കാരേജ് ആണോ, ആംബുലൻസ് ആണോ, കോൺട്രാക്ട് കാരേജ് ആണോ, പ്രൈവറ്റ് സർവീസ് വെഹിക്കിളാണോ? എളുപ്പമാണ് ആംബുലൻസ് എമർജൻസി വെഹിക്കിളാണ്. അവിടെ പെർമിറ്റിൻ്റെ ആവശ്യം ഇല്ല. പെർമിറ്റ് എന്ന് നമുക്കറിയാമല്ലോ, അധികാരപരിധിക്ക് അപ്പുറമാണ്. ആംബുലൻസിന് അധികാരപരിധി ഒന്നുമില്ല അല്ലെ? എവിടെ വേണോ എമർജൻസി ആയിട്ട് പോകേണ്ടി വരും. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒരു മോട്ടോർ വാഹനം കാരേജ് വേയിലൂടെ ആയിരിക്കണം ഓടിക്കുന്നത്. ശരിയാണ്. പുറകോട്ടെടുക്കുന്ന വാഹനത്തിന് ഡ്രൈവർ സുരക്ഷിതമായ അകലം പാലിക്കണം. ശരിയാണ്. മോട്ടോർ സൈക്കിളോ 3 വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാഹനത്തിൽ ഉച്ചത്തിലുള്ള മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ചെയ്യാൻ പാടില്ല അല്ലേ? വേറൊരു വണ്ടിയിൽ പിടിക്കാൻ പാടില്ല.
ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, നമ്മൾ നേരത്തെ പഠിച്ചാണ് റെഗുലേഷൻ 20 തുരങ്കത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരിക്കലും തുരങ്കത്തിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, മറ്റു വാഹനങ്ങൾ മറികടക്കാൻ പാടില്ല, യു ടേൺ പാടില്ല, പുറകോട്ട് എടുക്കാൻ പാടില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ഡ്രൈവിംഗ് പഠനത്തിൻ്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് റൂൾ ഏതാണ്? അപ്പോൾ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട സിലബസ് ക്രമീകരിച്ചിരിക്കുന്ന റൂൾ 31 ആണ് കേട്ടോ. ഓപ്ഷൻ എ റൂൾ 31. അടുത്തത്, നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? വാഹനം നിർത്താതെ പോകണോ? പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അതാണല്ലോ ശരി, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലേ? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം, അടുത്തുള്ള ഇൻഷുറൻസ് ഓഫീസിൽ, അതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്. പരിക്ക് പറ്റിയ ആൾ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനോടൊപ്പം പോലീസിലും അറിയിക്കണം. അതാണ് കറക്റ്റ്. താഴെ പറയുന്നതിൽ എമർജൻസി വാഹനം അല്ലാത്തത് ഏത്? അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർ എഞ്ചിൻ, ഇവയല്ല. അല്ലാത്തതെന്ന് വെച്ചാൽ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എമർജൻസി വാഹനമൊന്നുമല്ല. ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയവയൊക്കെയാണ് എമർജൻസി വാഹനം എന്നറിയിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ്? റിയർ വ്യൂ മിറർ, ഹെഡ്ലൈറ്റ് സ്വിച്ച്, വിൻഡ് സ്ക്രീൻ വൈപ്പർ സ്വിച്ച്, ഇവയെല്ലാം ആവശ്യമുള്ളതല്ലേ? അപ്പോൾ ഒരു വണ്ടിക്ക് വാഹന നിയന്ത്രണത്തിന് ആവശ്യമായ സാധനമാണ് റിയർ വ്യൂ മിററും ഹെഡ്ലൈറ്റ് സ്വിച്ചും വിൻഡ് സ്ക്രീൻ വൈപ്പർ സ്വിച്ചും, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇവയെല്ലാം. ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരമായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്തു അപകടം ഒഴിവാക്കുന്നതിന് താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിനനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് IPDE എന്നറിയുക. ഏതാണ്? IPDE. മറക്കരുത്, ഓപ്ഷൻ സി ആണ് IPDE. അടുത്തത്, ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാരാണ്? ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാരാണ്? അത് ഫോറസ്റ്റ് റേഞ്ച് ആണോ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണോ, അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണോ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ? നമുക്കറിയാം ഈ ഫോറസ്റ്റും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും എക്സൈസും അല്ലല്ലോ. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാൻ ആരാണ്? മോട്ടോർ വെഹിക്കിൾ അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്? ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഹെൽമറ്റ് അല്ലെങ്കിൽ എന്താണ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് എന്തിനുള്ള കുറ്റമാണ്? പിഴ ഒടുക്കി തീർക്കാവുന്ന കുറ്റമാണ്. ലൈസൻസ് അയോഗ്യത മാത്രം നൽകി തീർപ്പാക്കും. പിഴ ഒടുക്കേണ്ടി വരും, ലൈസൻസ് അയോഗ്യതയും കൽപ്പിക്കും. നിർബന്ധിത സാമൂഹ്യ സേവനവും നൽകി. ഓപ്ഷൻ നമുക്കറിയാം കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി വെച്ച്. കാരണം എന്താ? ഓപ്ഷൻ സി ആണ് അവിടെ വേണം. കാരണം പിഴയും ഒടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടിയും വരും. കാരണം രണ്ടും വരാൻ കേട്ടോ, രണ്ടും വരാൻ സാധ്യതയുള്ള കുറ്റമാണ് ഹെൽമറ്റ് ധരിക്കാതെ പോയത്. അടുത്തത്, മോട്ടോർ വാഹന നിയമം 1988. മോട്ടോർ വാഹന നിയമം 1988 ആണ്. അതിൽ സെക്ഷൻ 185 വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ് 185. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സെക്ഷനാണ് 185. അത് പഠിക്കാതെ പോകരുത് എക്സാമിന്. 184 പഠിക്കണം. പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെട്ടാൽ വേണ്ടുന്ന കുറഞ്ഞ അളവ് എത്രയാണ്? അത് 100 മില്ലി രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം 30 മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ. അതിൽ 100 മില്ലി 20 ആണോ, അതിൽ 100 15 ആണോ, 100 40 ആണോ? ആൻസർ 30 ആണ്. 100 മില്ലി രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം 30 മില്ലിഗ്രാമിന് മുകളിൽ. ഓക്കെ അല്ലേ? താഴെ ഉള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മോട്ടോർ വാഹന നിയമത്തിൽ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കുന്ന സാഹചര്യം. അടിയന്തരമായി രോഗികൾ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ, അടിയന്തര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കാൻ, സൈനിക ആവശ്യങ്ങൾക്കായി, ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് ചിലപ്പോൾ എന്താണ് മോട്ടോർ വാഹനത്തിന് രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട സാഹചര്യം? അടിയന്തര സാഹചര്യങ്ങൾ. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരി. ഓപ്ഷൻ ഏതാ? സി ആണ്. 1ഉം 2ഉം ശരി. ഇനി മോട്ടോർ വാഹന നിയമം സെക്ഷൻ നമുക്കറിയാം സെക്ഷൻ 168, 169 ഒക്കെ പറയുന്നതാണ്. പ്രതിപാദിക്കുന്ന ഗുഡ്സ് സമ്മർദ്ദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ 134A പറയുന്നത് അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്ന ആൾ, ശരി. അപകട സ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യുവാൻ സഹായിക്കുന്ന ആൾ, ശരി. അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്ന ആൾ, ശരി. ആൻസർ 1ഉം 2ഉം 3ഉം ശരി എന്ന് പറയാം നമുക്ക്, അല്ലേ? എല്ലാം നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട, അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്? മോട്ടോർ വാഹന നിയമം 1988. മോട്ടോർ വാഹന നിയമം 1988 പ്രകാരം 207 വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത സർവീസ് വാഹനം നടത്തിയാൽ, അല്ലേ, വാഹനം നടത്തിയാൽ പിടിച്ചെടുക്കാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാരാണ്? എക്സിക്യൂട്ടീവ് ആണോ,
പോലീസാണോ, എക്സൈസ് ആണോ, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണോ എന്ന് വെച്ചാൽ പോലീസ് സബ് ഇൻസ്പെക്ടർ. ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റുന്നത് പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ: പിൻ ചക്രം ഭാഗികമായി മറയ്ക്കുന്ന സുരക്ഷാ സംവിധാനം, സാരി ഗാർഡ് വേണം, പിൻ സീറ്റ് യാത്രക്കാരന് പിടിച്ചിരിക്കാൻ വേണ്ട പിടി വേണം, ക്രാഷ് കാർഡ് അല്ലെങ്കിൽ ക്രാഷ് ബാർ, പിൻ സീറ്റ് യാത്രക്കാരൻ ഉപയോഗിക്കുന്ന ഫുഡ് റെസ്റ്റ്. അപ്പോൾ ആൻസർ 1, 2, 4 വേണം കേട്ടോ. 1, 2, 4 വേണം എന്നാണ്. ഓക്കെ, 1, 2, 4. അടുത്തത് റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഘടിപ്പിച്ച ഒരു മോട്ടോർ കാറിൽ ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അവിടെ നമുക്ക് നോക്കാം. സ്പെയർ വീല് അല്ലെങ്കിൽ പഞ്ചർ കിറ്റ്, ടൂർ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, എയർ പമ്പ്. അപ്പോൾ റൺ ഫ്ലാറ്റ് എന്ന് ഓർമ്മിക്കുക. റൺ ഫ്ലാറ്റ് വാഹനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് നോക്കേണ്ടത് 2, 3 ആൻസർ. ടൂർ കിറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റുമാണ്. ഓക്കെ, ഓർമ്മിച്ചോണം. താഴെ പ്രതിപാദിച്ചവയിൽ ഏത് തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കാണ് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? ഫയർ ടെൻഡർ, അതുപോലെ തന്നെ ആംബുലൻസുകൾ, പോലീസ് വാഹനങ്ങൾ, 80 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ താഴെ സഞ്ചരിക്കുന്ന ചരക്ക് വാഹനങ്ങൾ. ആർക്കാണ് സ്പീഡ് ഗവർണർ നിർബന്ധമല്ലാത്തത്? ആർക്കെന്ന് നമുക്കറിയാം. ആർക്കൊക്കെ ആയിരിക്കും നിർബന്ധമല്ലാത്തത്? എല്ലാവർക്കും. ഫയർ ടെൻഡർ, ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ് വാഹനം, അതുപോലെ 80 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങൾക്ക് സ്പീഡ് ടെൻഡറിൻ്റെ ആവശ്യമില്ല. സ്പീഡ് ഗവർണറിൻ്റെ ആവശ്യമില്ല. അത് അത്രേ സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ ഈ 4 ശരിയാണ്. ഹസാഡസ് ചരക്കുകൾ കൊണ്ട് ടാങ്കർ ലോറികൾ പോകുന്ന എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയല്ല? അപ്പോൾ ഈ ഹസാഡസ് ചരക്കുകളിൽ അവിടെ നമുക്ക് സൈഡിൽ അല്ലേ, നമുക്ക് നോക്കി അത് എവിടെയൊക്കെയാണ് വേണ്ടത്? സൈഡിലാണോ, ബാക്കിലാണോ, മുന്നിലാണോ ഒക്കെയാണ് ഹസാഡസ് ചരക്കുകൾ ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. കൊണ്ട് ടാങ്കർ ലോറികളിൽ പോകുന്ന എമർജൻസി ഇൻഫർമേഷൻ പാനൽ എവിടെയൊക്കെ നോക്കിയാൽ പ്രധാനമായിട്ടും പിൻഭാഗത്തും ഇരുവശങ്ങളിൽ, സൈഡിലും വേണം, പിൻഭാഗത്തും പ്രധാനമായും പിൻഭാഗത്തും ഇരുവശത്തുമായി വേണം. ഓക്കെ അല്ലേ? അടുത്തത്, സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിൻറ്റിൻ്റെ നിറം. അവിടെ ഒലീവ് ഗ്രീൻ ആണോ, നേവി ബ്ലൂ ആണോ, കമാൻഡോ ബ്ലോക്ക് ആണോ, പോലീസ് വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? 1, 2 ആണ് ഉപയോഗിക്കാൻ പാടില്ല. ഒലീവ് ഗ്രീനും നേവി ബ്ലൂ ഉപയോഗിക്കാൻ പാടില്ല. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിൻറ്റിൻ്റെ നിറമാണ് 1, 2 എന്നറിയിക്കുക. ഒലീവ് ഗ്രീനും നേവി ബ്ലൂ ആണെന്ന് അറിയിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം. നമുക്കറിയാമല്ലോ, സ്പാർക്ക് അറസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്. ഫയർ ടെൻഡർ ആണോ, പെട്രോളിയം ടാങ്കർ ട്രക്കാണോ, ബിറ്റുമൻ ടാങ്കർ ട്രക്കാണോ, CNG ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണോ എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പെട്രോളിയം ടാങ്കർ ട്രക്ക്. സ്പാർക്ക് അല്ലേ, തീപ്പൊരി, അത് വരാതെ ശ്രദ്ധിക്കുക. സ്പാർക്ക് അറസ്റ്റർ. ഫാസ്റ്റാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം അതേതാണ്? എക്സ്കവേറ്റർ ആണോ, 3 ചക്ര ഗുഡ്സ് വാഹനങ്ങളാണോ, മോട്ടോർ ക്യാബാണോ, റോഡ് റോളറാണോ എന്ന് നമുക്ക് നോക്കാം. അതാണ് പ്രധാനമായിട്ടും മോട്ടോർ ക്യാബാണ്. മോട്ടോർ ക്യാബിലാണ് ഫാസ്റ്റാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട വാഹനം. ഓപ്ഷൻ സി ആണ് മോട്ടോർ ക്യാബ് എന്നറിയുക. മോട്ടോർ ക്യാബ്. 2 വരി പാതയിൽ വലത്തോട്ട് തിരിയാൻ ആഗ്രഹിക്കുന്ന മോട്ടോർ വാഹനത്തിൻ്റെ ഡ്രൈവർ വലത്തോട്ട് തിരിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അപ്പോൾ വലത്തോട്ട് തിരിയുന്നതിന് മുമ്പ് 2 വരി പാതയാണ്, അവിടെ എന്ത് ചെയ്യണമെന്നാണ്. അവിടെ നമുക്ക് നോക്കാം. ആൻസർ: റോഡിൻ്റെ ഇടതുവശം ചേർന്ന് ഡ്രൈവ് ചെയ്യുക, റോഡിൻ്റെ മധ്യഭാഗത്ത് കൂടി ഡ്രൈവ് ചെയ്യുക, ഏറ്റവും വലത് ലൈനിന് അടുത്തായി ഡ്രൈവ് ചെയ്യുക. അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? വലത് തിരിയാൻ എന്ത് ചെയ്യണം? ഏറ്റവും വലതുവശത്തായിട്ടല്ലേ പോകണം, അല്ലെ? ഇടതുവശത്ത് പോയിട്ട് വലതിലോട്ട് പോകുന്ന പാടല്ലേ? അതാണ് അവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോട്ടോർ വാഹനത്തിൻ്റെ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യുന്നത് തടസ്സപ്പെടുത്താതിരിക്കുന്നത് എപ്പോഴാണ്? അല്ലേ? മോട്ടോർ വാഹനത്തിൻ്റെ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യുന്നത് തടസ്സപ്പെടുത്താതിരിക്കുന്നത് എപ്പോഴാണ്? അത് മറ്റൊരു വാഹനം മറികടക്കുമ്പോൾ, ഒരു വളവ് അല്ലെങ്കിൽ മൂലയ്ക്ക് സമീപം, ഒരു കുന്നിന് സമീപം, അല്ലെങ്കിൽ കാൽനട ക്രോസിങ്ങൾക്ക് സമീപം. അപ്പോൾ അവിടെ നമുക്ക് നോക്കുന്നത് മറ്റൊരു വാഹനം മറികടക്കുന്നത്. അപ്പോൾ മോട്ടോർ വാഹനത്തിൻ്റെ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യുന്നത് തടസ്സപ്പെടുത്താതിരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എന്താണ്? മറ്റൊരു വാഹനം മറികടക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു ഡ്രൈവർ തൻ്റെ വലത് കൈപ്പത്തി നീട്ടി എതിർ ഘടികാര ദിശയിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ തിരിയുമ്പോൾ അയാൾ ഡാഷ് എന്ന് സൂചിപ്പിക്കുന്നു. ആൻസർ എന്താണ്? അത് ഇടത്തോട്ട് തിരിയുക. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തിരിയുന്നതെങ്കിൽ ഇടത്തോട്ട് എന്നറിയുക. ഒരു ഡ്രൈവർ തൻ്റെ വലത് കൈപ്പത്തി നീട്ടി എതിർ ഘടികാര ദിശയിൽ തിരിയുമ്പോൾ അയാൾ ഡാഷ് ആണെന്ന് സൂചിപ്പിക്കുന്നു. അത് ഇടത്തോട്ട് തിരിയുക എന്ന് അറിയുക. ഓക്കെ, അപ്പോൾ ഡ്രൈവറിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക.
അപ്പോൾ നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇത്രയും നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, അടുത്ത പോർഷനായിട്ട് വീണ്ടും വരും. അപ്പോൾ ഇതുവരെയുള്ളത് പഠിക്കുക. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നതാണ്. ഓക്കെ അല്ലേ? താങ്ക് യു.